സ്പോട്ട് ലൈവിലേക്ക് വീണ്ടും പൊതുസ്ഥലങ്ങൾ വൃത്തിയായി പരിപാലിക്കണമെന്ന് നമ്മുടെ ഭരണകൂടം പലപ്പോഴും ഓർമ്മപ്പെടുത്താറുള്ളതാണ്. സ്കൂൾ തലം മുതൽ കുട്ടികൾക്ക് ബോധവൽക്കരണവും നൽകുന്നുണ്ട്. എങ്കിലും മലയാളികളെ ലജ്ജിപ്പിക്കുന്ന രീതിയിൽ വൃത്തിഹീനമായ കാഴ്ചയാണ് നമ്മുടെ നാട്ടിലെ പല പൊതുസ്ഥലങ്ങളിലും കാണാൻ കഴിയുക. എന്താണ് നമ്മുടെ നാട്ടിലെ പ്രധാനപ്പെട്ട നഗരങ്ങളിലെയും ടൂറിസം മേഖലകളിലെയും അവസ്ഥ എന്നാണ് സ്പോട്ട് ലൈവിന് പരിശോധിക്കുന്നത്. കൊച്ചിയുടെ നഗരഹൃദയമായ വൈറ്റിലയിൽ നിന്ന് നവമി ദിനേശ് ചേരുന്നുണ്ട്. നവമി, കഴിഞ്ഞ ദിവസം ഫോർട്ട് കൊച്ചി ബീച്ച് റഷ്യൻ സഞ്ചാരികൾ വൃത്തിയാക്കിയപ്പോഴാണ് ഈ കേരളത്തിലെ ഈ പൊതുസ്ഥലങ്ങളിലെ വൃത്തിഹീനമായ സാഹചര്യം വീണ്ടും ചർച്ചയിൽ വരുന്നത്. വൈറ്റിലയിലെ അവസ്ഥ എന്താണ്? അവിടെയും ഈ റഷ്യൻ സഞ്ചാരികളെ ഇറക്കേണ്ടി വരുമോ? ടോം, കൊച്ചിയെ സംബന്ധിച്ച് മാലിന്യങ്ങൾ കുന്നുകൂടിയിട്ടുന്ന ദൃശ്യങ്ങൾ ഇത് അപൂർവമല്ല. കാരണം നമ്മൾ കൊച്ചിയിലേക്ക് യാത്ര ചെയ്യുമ്പോൾ പല സ്ഥലങ്ങളിലും പ്രധാനപ്പെട്ട പല വഴികളിലും വേസ്റ്റുകൾ കുന്നുകൂട്ടിയിട്ടിരിക്കുന്നത് കാണാം, അല്ലെങ്കിൽ ആളുകൾ മാലിന്യങ്ങൾ വലിച്ചെറിഞ്ഞിരിക്കുന്നത് കാണാം. അവിടെ നായ്ക്കളും ഒക്കെ വന്നിട്ട് ആ സ്ഥലം മുഴുവനും വൃത്തികേടാക്കി മാലിന്യങ്ങൾ അതിൽ നടന്നാലുള്ള ദുർഗന്ധം, ഇതൊക്കെ തന്നെയും കൊച്ചിയിൽ സ്ഥിരമായിട്ടുള്ള കാഴ്ചയാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് വൈറ്റിലയിലാണ്. ഇവിടെയും ഈ കാഴ്ചകളൊന്നും വ്യത്യസ്തമല്ല. ഇവിടെ ഒരു കടയുടെ ഫ്രണ്ടിലായിട്ടാണ് ഇത്തരത്തിൽ മാലിന്യങ്ങൾ കുന്നുകൂട്ടിയിട്ടിരിക്കുന്നത്. ഇതിൽ പ്ലാസ്റ്റിക് മാലിന്യങ്ങളുണ്ട്, ഇലകളുണ്ട്, അതോടൊപ്പം പേപ്പർ മാലിന്യങ്ങൾ, അങ്ങനെ ചെരുപ്പുകൾ, ഉപയോഗശൂന്യമായ ചെരുപ്പുകൾ, അങ്ങനെ ഈ ചാക്ക് കണക്കിന് വേസ്റ്റുകളാണ് ഇവിടെ ഇങ്ങനെ കുന്നുകൂട്ടി ഇട്ടിരിക്കുന്നത്. പക്ഷേ ഇതൊന്നും കൃത്യമായി എടുത്തുകൊണ്ടു പോകാനോ ഒന്നും കോർപ്പറേഷന്റെ, നഗരസഭയുടെ ഭാഗത്തു നിന്നും യാതൊരുവിധ നീക്കവും നടക്കുന്നില്ല. പലതവണ ഇവിടെ ഉള്ളവരൊക്കെ ഇത്തരത്തിൽ പരാതി പറഞ്ഞിട്ടുണ്ട്. പക്ഷേ എന്തുകൊണ്ടാണ് കോർപ്പറേഷൻ ഇപ്പോഴും ഈ അലംഭാവം കാണിക്കുന്നതെന്ന് നമുക്കിപ്പോഴും വ്യക്തമായിട്ടില്ല. കാരണം ബ്രഹ്മപുരത്തെ ഒരു സംഭവത്തിന് ശേഷമാണ് കൊച്ചിയിലെ സംബന്ധിച്ച് മാലിന്യങ്ങൾ നീക്കം ചെയ്യാനായി കുറെ കൂടി ബുദ്ധിമുട്ടുന്ന ഒരു സാഹചര്യത്തിലേക്കുള്ളത്. പലതവണ കൗൺസിലർമാരടക്കം ഇതിന്റെ വിഷയത്തെ ഉന്നയിച്ചു. ജനങ്ങളുടെ ഒരു പ്രതിഷേധം വരെ ഉണ്ടായ കാഴ്ചകളൊക്കെ നമ്മൾ കണ്ടതാണ്. പക്ഷേ മേയറുടെ ഭാഗത്തു നിന്നും ശക്തമായി തന്നെ ഇത് ക്ലീൻ ചെയ്യുന്നുണ്ട്, കൊച്ചി നഗരത്തിലെ ക്ലീനിങ് വേണ്ടിയിട്ടുള്ള പ്രോസസ്സ് എല്ലാം നടക്കുന്നുണ്ട് എന്ന് പറയുമ്പോൾ കൂടിയും കൊച്ചിയിലെ പലയിടങ്ങളിലും കാണുന്ന കാഴ്ചകൾ ഇത്തരത്തിലാണ്. അതേ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ, കുപ്പികൾ, സിഗരറ്റ് പാട്ടകൾ, ഇതെല്ലാം തന്നെ ഇവിടെ കണ്ടോ, ഇവിടെ ഈ മരത്തിന് ചുവട്ടിലേക്ക് ഇട്ടിരിക്കുകയാണ്. ഇത് എത്ര നാളാണ് ഇവിടെ ഇങ്ങനെ കിടക്കുക എന്നുള്ളത് നമുക്ക് പറയാൻ കഴിയില്ല. കാരണം ഈ വഴി പോകുന്നവരെല്ലാം വർഷങ്ങളായി തന്നെ ഈ വേസ്റ്റുകൾ, അല്ലെങ്കിൽ മാസങ്ങളായി, ദിവസങ്ങളായി തന്നെ ഈ വേസ്റ്റുകൾ ഇവിടെ ഇങ്ങനെ ഇട്ടിരിക്കുന്നത് കാണാൻ കഴിയും. അതോടൊപ്പം തന്നെ ഈ വൈറ്റില മേൽപ്പാലത്തിന് അടിയിലായാണ് നിരവധി അതിഥി തൊഴിലാളികൾ താമസിക്കുന്നുണ്ട്. ഇവർ അവിടെയാണ് അവരുടെ പ്രാഥമികമായ കൃത്യങ്ങളെല്ലാം നടത്തുന്നത്. അവിടെയാണ് അവർ കിടന്നുറങ്ങുന്നത്. അവർ കഴിക്കുന്ന ആഹാരത്തിന്റെ വേസ്റ്റുകളായിക്കോട്ടെ, അതിന്റെ പ്ലാസ്റ്റിക് വേസ്റ്റുകളായിക്കോട്ടെ, ഇതെല്ലാം ഈ വൈറ്റില പാലത്തിന്റെ അടിയിലേക്കാണ് ഇവർ ഇടുന്നതും. അതും നമുക്ക് കാണുമ്പോൾ തന്നെ ദുസ്സഹമായ ഒരു കാഴ്ചയാണ് ടോം. കാരണം ഈ പാലത്തിനടിയിൽ നിരവധി സ്പേസുകളുണ്ട്, കാർ പാർക്കിങ്ങിനുള്ള ഒരു സ്ഥലമുണ്ട്, അല്ലെങ്കിൽ ഏതെങ്കിലും സാംസ്കാരിക സമ്മേളനം നടത്താനുള്ളൊരു സ്ഥലമുണ്ട്. ഇതൊക്കെ നമുക്ക് യാതൊരു ഗതാഗത തടസ്സമൊന്നും പറയുമ്പോഴും പക്ഷേ ഈ ഒരു വൃത്തിഹീനമായ കാഴ്ച അത് കൊച്ചിയെ സംബന്ധിച്ച്, കൊച്ചി നിവാസികളെ സംബന്ധിച്ച് ഏറെ ലജ്ജിപ്പിക്കുന്ന കാര്യം തന്നെയാണ്. ഈ ഇതര സംസ്ഥാനക്കാരുടെ ഒരു ക്യാമ്പായി തന്നെ ഈ വൈറ്റിലയിലെ ഈ മേൽപ്പാലത്തിന്റെ കീഴ്വശം മാറുന്നൊരവസ്ഥ കൂടിയുണ്ട്, പ്രത്യേകിച്ചും രാത്രി സമയങ്ങളിൽ. അവരെ ഒന്നും അവിടെ നിന്ന് നീക്കം ചെയ്യാൻ, അതല്ലെങ്കിൽ അവരെ ഈ പുനരധിവസിപ്പിക്കാനോ അവർക്ക് മറ്റേതെങ്കിലും താമസം ഒരുക്കാനൊന്നും അധികാരികളുടെ ഭാഗത്തുനിന്നും യാതൊരു നടപടി ഉണ്ടാകുന്നില്ല, ആക്ഷേപവും ഉണ്ടല്ലോ അല്ലേ? തീർച്ചയായിട്ടും ഇത് വൈറ്റില ഭാഗത്തെ മാത്രമല്ല, ഇടപ്പള്ളി ആയിക്കോട്ടെ, പാലാരിവട്ടത്തായിക്കോട്ടെ, ഇവരുടെ ഈ വാസം, അവിടെ ഉണ്ടാകുന്ന മാലിന്യങ്ങൾ, അവിടെ അവരുടെ പ്രാഥമിക കർമ്മങ്ങൾ നിർവഹിക്കുന്ന ഇടം, ഇതെല്ലാം അവിടെ തന്നെയാണ്. പലവട്ടം ന്യൂസ് 18 തന്നെ ഇതൊരു വാർത്തയാക്കുകയും ചെയ്തിരുന്നു. പക്ഷേ ഇതിലൊന്നും കൃത്യമായൊരു നടപടിയെടുക്കാനോ അല്ലെങ്കിൽ ഇവരെ പുനരധിവസിപ്പിക്കുന്ന കാര്യത്തിലൊരു തീരുമാനമെടുക്കാനോ കോർപ്പറേഷൻ ഇതുവരേക്കും തയ്യാറായിട്ടില്ല. പലതവണ മേയറിന് മുൻപാകെ നമ്മൾ ഈ കാര്യം ആവശ്യപ്പെട്ടിരുന്നു. ഉടൻ തന്നെ നടപടിയെടുക്കാം, ഇവരെയൊക്കെ ഒരു സ്ഥലത്തേക്ക് മാറ്റാമെന്നൊക്കെ വാക്കാൽ പറയുന്നതല്ലാതെ യാതൊരു വിധത്തിലെ നടപടിയും എടുത്ത് കണ്ടിട്ടില്ല. ഇതിപ്പോഴും തുടരുകയാണ്. ഈ ട്രാഫിക്കിലൊക്കെ നിൽക്കുമ്പോൾ ഇവര് വരുന്നതും ഒക്കെ നമ്മൾ ടോം അടക്കം ഇവിടെ വന്ന് വാർത്ത ചെയ്തിട്ടുള്ളതാണ്. പക്ഷെ എന്തുകൊണ്ടാണ് അധികൃതർ ഇത് കണ്ടു തുറക്കാത്തത്, ഇതിനെതിരെ ഒരു ശാശ്വതമായ പരിഹാരം കാണാത്തതെന്നും നമുക്കിപ്പോഴും വ്യക്തമായിട്ടില്ല. ഈ
വേസ്റ്റിന്റെ കാര്യം വരുമ്പോൾ തന്നെ കഴിഞ്ഞ ദിവസം നമ്മൾ ഫോർട്ട് കൊച്ചി ബീച്ചിൽ പോയി അവിടുത്തെ അവസ്ഥയൊക്കെ മാധ്യമങ്ങളിലൂടെയൊക്കെ പ്രേക്ഷകരെ കാണിച്ചതാണ്. എങ്കിൽ പോലും ഇപ്പോഴും കൃത്യമായിട്ടുള്ള ഒരു വേസ്റ്റ് മാനേജ്മെന്റിൽ ഇപ്പോഴും കൊച്ചി നവമി തന്നെയാണ് കഴിഞ്ഞ ദിവസം ഫോർട്ട് കൊച്ചിയിൽ പോയത്. സമാനമായ കാഴ്ച. കാരണം കൃത്യമായും നവമി സൂചിപ്പിച്ചതുപോലെ ഈ ഒരു വേസ്റ്റ് മാനേജ്മെന്റ് കൃത്യമായി ഇല്ല. ഇത് ഈ പൊതുസ്ഥലങ്ങൾ വൃത്തിയായി പരിപാലിക്കാനുള്ള നടപടികൾ നഗരസഭ അടക്കമുള്ള ഈ പ്രാദേശിക ഭരണകൂടങ്ങളുടെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നില്ല എന്നത് തന്നെയാണ് ഏറെ ലജ്ജാകരമായിട്ടുള്ളൊരു കാര്യം. സ്പോട്ട് ലൈവ് പൂർണ്ണമാകുന്നു. നമസ്കാരം.